ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് അവിടെ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഭാരവും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ എല്ലാ ഓട്ടത്തിനകത്താണ്. ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖകൻ സഭയോട് ജനത്തോട് വിളിച്ചു പറയുകയാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ എല്ലാ ഓട്ടത്തിന് നടുവിലാണ്. ഓട്ടത്തിന്റെ നടുവിൽ. എങ്ങോട്ടാ ഓട്ടം? ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ ഒരു ഓട്ടമാണ്, ചർച്ചിലോട്ട്. രാവിലെ കുളിക്കുന്നു, ഒരുങ്ങുന്നു, ഫുഡ് കഴിക്കുന്നവരുണ്ട്, കഴിക്കാണ്ട് വരണവരുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിലും ഓടിക്കയറും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലയിടത്തും നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ചിലരുടെ ലക്ഷ്യം നന്മ പ്രാപിക്കണമെന്നത് മാത്രമാണ്. അങ്ങനാണെങ്കിൽ ഓടാൻ തുടങ്ങിയാൽ നമ്മുടെ ഓട്ടം എവിടെ തീരും? നന്മ കാണുമ്പോൾ ഓട്ടം തീരും. ഹല്ലേലൂയ. നന്മ കാണുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടം തീരും. ചിലർക്ക് സൗഖ്യമാകണമെന്ന് മാത്രമാണ് ഓട്ടത്തിന്റെ ലക്ഷ്യം. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ സൗഖ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടം അവിടെ തീരും. ഹല്ലേലൂയ. പിന്നെ ഓട്ടം കാണത്തില്ല, ഓട്ടം അവിടെ തീരും. പിന്നെ പള്ളിയിൽ വരാൻ, ആരാധനയ്ക്ക് വരാൻ, സമയത്തിന് വരാൻ ഒരു മടി. എപ്പോഴേലും എത്തിയാൽ മതി, എങ്ങനെയും എത്തിയാൽ മതി. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിരിക്കും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഞാനിങ്ങ് വന്നു, എൻ കൂടെ പോരെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പോരല്ലോ, സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും സന്തോഷം എവിടാ? ദൈവസന്നിധിയിലാ. എന്തുണ്ടെങ്കിൽ ഇറക്കി വെക്കാൻ പറ്റുന്നത് എവിടാണ്? മനുഷ്യൻ്റെ അടുത്ത് ഇറക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവിൻ്റെ അടുത്ത് ഇറക്കി വെച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് പരിഹാരം കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ദൈവസന്നിധിയോട് നമ്മളൊരു ഓട്ടം. പക്ഷേ ഈ ലോകത്തിലൊരു ഓട്ടത്തെ മാത്രമല്ല ഇവിടെ പറയുന്നത്. നമ്മളെല്ലാവരും ഓട്ടക്കളത്തിലാണ്. ഞാനും നിങ്ങളും എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളൊരു ഓട്ടത്തിൻ്റെ നടുവിലാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടമുണ്ട്. എങ്ങോട്ടാണ് എൻ്റെയും നിങ്ങളുടെയും ഓട്ടം? ഹല്ലേലൂയ. എവിടോട്ടാ ഓടുന്നേ? ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒരു നന്മയിലേക്ക് നോക്കിയല്ല, ദൈവമുഖത്തേക്ക് നോക്കിയാണ് ഞാനും നിങ്ങളും ഓടുന്നത്. എങ്ങോട്ട് നോക്കിയാ ഓടുന്നേ? ദൈവമുഖത്തേക്ക് നോക്കി. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എങ്കിലും ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഓട്ടം എങ്ങോട്ടാണെന്നറിയാമോ? നമ്മളെ വിളിച്ചിറക്കി വാഗ്ദത്തം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ പിന്നാലെ ഒരുക്കപ്പെടുന്ന ആ സ്ഥലത്തിലേക്കാണ് ഞാനും നിങ്ങളും ഓടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങോട്ടാ ഓടുന്നേ? ഒരുക്കപ്പെടുന്ന ഒരു ഭവനമുണ്ട്. ഈ ലോകത്തിലെ 50, 60, 70, 80 കർത്താവ് ആയുസ് നീട്ടിത്തന്ന 120 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവിതം കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ എങ്ങോട്ട് പോകണം? ഹല്ലേലൂയ. ഈ ഓട്ടത്തിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തണം. ഒന്നുകിൽ സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ നരകത്തിൽ പോകണം. നമ്മൾ രക്ഷിക്കപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലേക്കല്ല നോക്കുന്നത്, കർത്താവിന്റെ മുഖത്തെ നോക്കിയിട്ട് കർത്താവിന്റെ സന്നിധിയോളം എത്തുവാൻ തക്കവണ്ണം ദൈവമുഖത്തേക്ക് നോക്കിയാ ഞാനും നിങ്ങളും ഓടുന്നത്. അങ്ങനെ ഓടുന്നവരൊന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഈ ലോകത്തിലല്ല എൻ്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം വരുന്നേ. എൻ്റെ ലക്ഷ്യം കർത്താവിന്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഈ ലോകത്തിലേക്ക് നോക്കിയല്ല നമ്മൾ ഓടുന്നത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാണ്. ആമേൻ. ദൈവമുഖത്ത് എവിടോട്ടാ ഓടുന്നേ? കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനം ലക്ഷ്യമാക്കിയാണ് ഞാനും നിങ്ങളും ഓടുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നു ആകയാൽ. ഓട്ടത്തിനിടയ്ക്കാണ് എങ്ങോട്ടാ ഓടുന്നത്? ഈ നമ്മുടെ ഓട്ടം എവിടെ തീരരുത്? ലോകത്തിൽ തീരരുത്. പലരെയും കണ്ടിട്ടുണ്ട്, കാറ് കിട്ടുമ്പോ ഓട്ടം തീരും. ഹല്ലേലൂയ. പിന്നെ പാസ്റ്റർ വേണ്ട, ആരാധനയും വേണ്ട. വീട് കിട്ടുമ്പോ ഓട്ടം തീരും. പിന്നെ പാസ്റ്റർ വേണ്ട, ആരാധന വേണ്ട, കൂട്ടു വിശ്വാസികളും വേണ്ട. ഹല്ലേലൂയ. സൗഖ്യം കിട്ടുമ്പോ ഇനി രോഗം വരുമ്പോ പോകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഓട്ടം തീരരുത്. ഹല്ലേലൂയ. ഓട്ടം ഓടുന്നത് ഒരിക്കലും ഹല്ലേലൂയ ആമേൻ എന്തു പറയാ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ല. ആമേൻ. ഹല്ലേലൂയ. കുറച്ച് ആമേനേ ഉള്ളൂ. ആമേൻ. അപ്പോൾ പറയുക, സിസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിന് സൗഖ്യം വേണം അറിയാം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കഷ്ടതയ്ക്ക് വിടുതൽ വേണം. ഹല്ലേലൂയ. ആമേൻ. എനിക്കും അറിയാം, കർത്താവിനും അറിയാം അത്. ആമേൻ. ഓട്ടത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിലല്ല. ഓടുന്നത് ജോലി കിട്ടാനല്ല, ഓടുന്നത് വീട് കിട്ടാനല്ല, ഓടുന്നത് കാറ് കിട്ടാനല്ല, ഓടുന്നത് തലമുറയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാനല്ല, ഓടുന്നത് സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാ. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം ഒരു ദൈവം യേശു ഒരുക്കുന്ന ആ നിത്യഭവനത്തോളം ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഓട്ടം വൃഥാവാ. അവൻ ഓട്ടം വൃഥാവാ. ഓട്ടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ ദൈവജനത്തെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എങ്ങോട്ടാ ഓടുന്നേ? കർത്താവിൻ്റെ അടുക്കലേക്ക്. പലരും വീണു പോകും നമ്മൾ കാണുന്നുണ്ട്. ചിലർ പറയും ആമേൻ ചർച്ചയിൽ വന്നവർ പാതി വഴിക്ക് വീണു പോവുക. കാര്യം എന്തുവാ? അവരുടെ ഓട്ടം ലോകത്തിലൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഒന്നുകിൽ കിട്ടിയപ്പോൾ പോയി, അല്ലെങ്കിൽ കിട്ടാത്തപ്പോൾ പോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വരുന്നത് എന്തുകൊണ്ടാ? പലതും കിട്ടിയല്ലോ. എന്നിട്ട് വരുന്നത് എന്തുകൊണ്ടാ? നോട്ടം ലോകത്തിലോട്ടല്ലാത്തോണ്ടാ. ഹല്ലേലൂയ. നോട്ടം ലോകത്തിന്റെ മുഖത്തേക്ക് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നേ? നമ്മൾ ദൈവസന്നിധി വരുന്നേ, ദൈവത്തെ ആരാധിച്ച് കർത്താവേ ഈ ലോകത്തിലേക്ക് നോട്ടം പോകത്തില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഞാൻ ഓടും എന്ന് പറയുന്ന ഒരു തലമുറ GGM-നകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. അങ്ങനെ പറയുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ചിലെടുത്ത് വീഴ്ത്തിക്കളയുവാൻ പിശാച് ഇടർച്ചയിടുവാൻ തക്കവണ്ണം പിശാച് വഴിയിൽ പതിയിരിക്കുമ്പോ ഇടറിപ്പോകാൻ നിൽക്കുവാൻ ഈ ദിവസങ്ങൾ സ്വർഗം ദൈവ ജനത്തെ ഒരുക്കട്ടെ. ലോകത്തിൽ ഒന്നിനെ കാണിച്ച് പ്രലോഭിപ്പിച്ച് വീഴ്ത്തിക്കളയുക ശത്രുവാവൻ അവൻ പദ്ധതിയിടുക. പറഞ്ഞ പിശാചേ, എന്റെ നോട്ടം അവിടെ അല്ല. ഹല്ലേലൂയ. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ത് പറഞ്ഞു? അവൻ തീക്കകത്ത് പോണ്ടേ. ഹല്ലേലൂയ. അവൻ നെബൂഖദ്നേസറിനെ ഒന്ന് വണങ്ങിയാൽ മതി. അല്ലേ, നെബൂഖദ്നേസർ നിർത്തിയ സ്വർണ്ണബിംബത്തെ വണങ്ങിയാൽ മതി. അവർ പറഞ്ഞു പോയാലും കുഴപ്പമില്ല, ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി, ദൈവ സാന്നിധ്യത്തോടൊപ്പം ചലിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ഓട്ടമുണ്ട്. അത് ഈ ലോകത്തിലേക്കുള്ള ഓട്ടമല്ല. പലരും വീണുപോയോ ആമേൻ. ഹല്ലേലൂയ. അവർ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ മടുത്തു പോകാനല്ല, അവർ വരാത്തവരെ നോട്ടം മാറിപ്പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നോട്ടം കൃത്യമായിരുന്നു ഓട്ടം ലക്ഷ്യത്തിലേക്ക് ഓടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് ആമേൻ. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. ഇവിടെ എബ്രായർക്കെതിരെ ലേഖനം പറയുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ അവൻ ലേഖകനെ നിർത്തി വെച്ചേക്കുക. ഹല്ലേലൂയ. 11-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വിശ്വാസം കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക എബ്രായർക്കെതിരെ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ അവൻ ലേഖകൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒക്കെയും പറഞ്ഞു തീർന്ന് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ തുടങ്ങി പുതിയ നിയമത്തിലെ രക്തസാക്ഷികളായവരുടെ അനുഭവം വരെ കൊണ്ടു നിർത്തിയിട്ട് 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു,
ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നമുക്ക് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഈ ഓടണം. ഓട്ടം എന്ന് പറയുന്നത് 1-2 ദിവസത്തിൽ തീരത്തില്ല. നമ്മൾ ഇവിടുത്തെ റേസിന് പോയ എത്ര സമയം കൊണ്ട് തീരും? 100 മീറ്ററത്തെ ഓട്ടമൊക്കെ ഓടി തീർക്കാൻ 9-10 സെക്കൻഡ് മതി. 100 മീറ്റർ ഓടി തീർക്കാൻ കഴിവുള്ളവന്, നമുക്കല്ല, കഴിവുള്ളവന്, കപ്പാസിറ്റി ഉള്ളവന്, ഗട്ട്സ് ഉള്ള മനുഷ്യന് അവൻ 100 മീറ്റർ ഓട്ടം ഓടി തീർക്കാൻ അവൻ സെക്കൻഡുകൾ മതി. ഹല്ലേലൂയ. അവൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവൻ കിലോമീറ്റർ ഓടി തീർക്കാൻ അവൻ കുറച്ച് സമയം മതിയാവും. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ഓട്ടം 1-2 ദിവസത്തേക്കോ 1-2 മണിക്കൂറത്തേക്കോ ഉള്ളതല്ല, അല്ലെങ്കിൽ 1-2 മാസത്തേക്കുള്ളതല്ല, 1-2 വർഷത്തേക്കുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം വരുന്ന വിശ്വാസത്തിന്റെ ശോധനയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവസാനത്തോളം നമ്മുടെ ജീവിതം എപ്പോ കർത്താവ് നമ്മുടെ ആത്മാവിനെ തന്റെ അടുക്കലേക്ക് മടക്കി വിളിക്കുന്നു, അത്രത്തോളം അവൻ വരുന്ന മുമ്പോട്ടുള്ള വിശ്വാസത്തിന്റെ ശോധനയാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനകത്തുള്ള ഓട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? അവിടെയാ പറയുന്നേ, അവൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടണം. ഹല്ലേലൂയ. ഒന്നാമത് വിടേണ്ട എന്താ? സകല ഭാരവും വിടണം. ഓട്ടത്തിനിടയ്ക്ക് ഭാരം വന്ന് വീഴത്തില്ലേ? വീഴും. മനസ്സിനകത്ത് വേദന വന്ന് വീഴത്തില്ലേ? വീഴും. ഹല്ലേലൂയ. ഓട്ടത്തിൻ്റെ വേഗതയെ തകർക്കുവാൻ നമ്മൾ ഈ ഒരേ പാതയിലോട്ട് എന്താ പറയുക, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബോള്, ഹല്ലേലൂയ, ബോളിൻ്റെ മേൽ നമ്മൾ ഭാരം കൊടുത്താൽ എന്ത് ചെയ്യും? 1, അതിൻ്റെ വേഗത കുറയും. 2, അതിൻ്റെ ഡിറക്ഷൻ മാറും. ഹല്ലേലൂയ. ഭാരം കൊടുക്കുമ്പോൾ ഇത് 2 കാര്യവും സംഭവിക്കും. അപ്പൊ കർത്താവ് പറയും, എന്ത് വേണം? നിന്ന് വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ കളഞ്ഞേച്ച് പോവാനല്ലെന്ന്. ഹല്ലേലൂയ. അതൊക്കെ വരുമ്പോൾ ഒന്ന് നിന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കിയാലും കൊടഞ്ഞു കളഞ്ഞിട്ട് ഓടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ആ സകല ഭാരത്തെ എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മൾ അതിനെ പിടിച്ചു നിൽക്കുക. ആമേൻ. നമ്മുടെ ഓട്ടം ഈ ലോകത്തെ ഒരു ഭാരത്തിൽ തീരരുത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു, വർഷങ്ങളായി വീട് കിട്ടിയില്ല. അനുഗ്രഹത്തിന് വേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, വർഷങ്ങളായി എനിക്ക് അനുഗ്രഹം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഓട്ടം നിർത്തുവാന്ന് പറയരുത്. ഓട്ടത്തിന്റെ റൂട്ട് മാറ്റുവാന്ന് പറയരുത്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലെ ഒന്നല്ല. ആമേൻ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ആയിട്ടുള്ള? ഇല്ലെന്ന് തോന്നുന്നു. ഈ ലോകത്തിലൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലൊന്നും അല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനമാണ്. ഹല്ലേലൂയ. അവിടേക്ക് നമ്മൾ ഓടിക്കയറുമ്പോൾ ചിന്തിക്കുക, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്തൊക്കെ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? എല്ലാം നേടി. ഒരിക്കൽ ഞങ്ങളുടെ പപ്പ പറയുന്ന ഒരു കഥയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു അമ്മയ്ക്ക് അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഒരു മോളെ വളർത്തിക്കൊണ്ട് വരുക, കുഞ്ഞു മോള. ഹല്ലേലൂയ. ഈ അമ്മയ്ക്ക് അടുത്തൊക്കെ വീടുകളിൽ കിട്ടുന്ന വീട്ടുപണിയൊക്കെ എടുത്താ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നേ. അടുത്ത വീടുകളിൽ പണിക്ക് പോവും, പാത്രം കഴുകാനും. ചില വീടുകളിലൊക്കെ പോയി അവിടെ നിന്ന് കിട്ടുന്ന ചില്ലറ കാശ് കൊണ്ട്, കുഞ്ഞു വരുമാനം കൊണ്ട് 2-3 ഇടത്തുനിന്നാകുമ്പോൾ അത്യാവശ്യം ചിലവുകൾ നടന്നു പോകും. അങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരും. ഒരിക്കൽ കടയിൽ സാധനം വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കുഞ്ഞ് കടയിൽ തൂക്കിയിട്ടിരുന്ന മനോഹരമായൊരു ഫ്രോക്ക് കണ്ടിട്ട് അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ ഫ്രോക്ക് വേണം. ഹല്ലേലൂയ. അമ്മ, എനിക്ക് ആ ഫ്രോക്ക് വേണം. അമ്മ പറഞ്ഞു, കുഞ്ഞേ, ഈ മാസം അമ്മയുടെ കയ്യിൽ ക്യാഷില്ല, നമ്മൾ പാവപ്പെട്ട, നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാനം ഇല്ലല്ലോ, മോക്ക് സ്കൂളിൽ പോകണ്ടേ, ബുക്ക് വാങ്ങണ്ടേ, മോക്ക് കഴിക്കാൻ വാങ്ങി തരണ്ടേ, അതുകൊണ്ട് കാശില്ല. കുഞ്ഞ് കരയാൻ തുടങ്ങി. അമ്മയുടെ ഹൃദയം അലിഞ്ഞു. അമ്മ എന്തെന്നറിയാമോ? ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കി കൂട്ടി വെച്ചിരുന്ന കുറച്ച് ക്യാഷ് എല്ലാം കൂടെ ഒതുക്കിയെടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ നിർബന്ധം കൊണ്ട് ചെന്ന ഫ്രോക്ക് വാങ്ങി. ഹല്ലേലൂയ.
ഫ്രോക്ക് വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. സന്തോഷത്തോടെ കുഞ്ഞിനെ ഉടുപ്പിടുവിച്ചു. ഉടുപ്പിട്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷം. അല്ലെ, കുഞ്ഞിൻ്റെ സന്തോഷം, കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് തുള്ളിച്ചാടുക. ഹല്ലേലൂയ, നല്ല ഫ്രോക്ക് കിട്ടിയല്ലോ, കുഞ്ഞ് തുള്ളിച്ചാടുക. അമ്മയ്ക്ക് സന്തോഷമായി, കുഞ്ഞിന് സന്തോഷമായി. ഹല്ലേലൂയ. ഇവരുടെ അമ്മ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. ഇവരുടെ വീട് ഒരു ഓലമേഞ്ഞ വീട്. ഹല്ലേലൂയ, പാവപ്പെട്ട കുടുംബം, ഓലമേഞ്ഞ വീട്. അല്ല, ഇവരുറങ്ങി. രാത്രിയിൽ മണ്ണെണ്ണ വിളക്കാണ്ട് എങ്ങാണ്ടോ തട്ടി വീണ് ആമൻ പാവപ്പെട്ട സഹോദരൻ ഓലപ്പുരയ്ക്ക് തീ പിടിച്ചു. ഹല്ലേലൂയ. പെട്ടെന്ന് ഈ സഹോദരി ഞെട്ടി ഉണന്നു. ചൂടെന്തോ അടിച്ചപ്പോൾ ഞെട്ടി ഉണന്നേച്ച് അവൻ ഹല്ലേലൂയ ഭവനം മുഴുവൻ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോഴുണ്ട് വീടിന് മേളിൽ തീ ആളി കത്താൻ തുടങ്ങി. അതെപ്പോഴൊന്നില്ല, നിലം പരിശു. ഈ സഹോദരി വെപ്രാളത്തോടാൻ തുടങ്ങി. അയ്യോ, എനിക്ക് ആകെയുള്ള സമ്പത്തെല്ലാം ഈ ഭവനത്തിനകത്താണ് കിടക്കുന്നേ. ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയാമോ? അല്ലെ, പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് തൻ്റെ പ്രമാണം, ആ വസ്തുവിൻ്റെ കുറച്ച് വസ്തു 2-3 സെൻറ്റ് വസ്തുവുണ്ട്, ആ വസ്തുവിൻ്റെ പ്രമാണം എടുത്തു. അവൻ കുഞ്ഞിന് വാങ്ങിയ ഫ്രോക്ക് എടുത്തു, കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എടുത്തു, ഇച്ചിരി നോട്ട്, അവൻ വരുന്ന ദിവസങ്ങൾ ഉപയോഗിക്കാൻ ഭക്ഷണത്തിനുള്ള കുറച്ച് പൈസ ആയിരുന്നു, അതൊക്കെ എടുത്തു, എല്ലാം എടുത്ത് ഓടി വെളിയിലിറങ്ങി. ഹല്ലേലൂയ. ഓടി വെളിയിലിറങ്ങി അവൻ ഇറങ്ങിയത് മേളിൽ നിന്ന് നിലം അവൻ കത്തി നിലം പതിച്ചു, ആ വീട്ടിനകത്തേക്ക് വീണു. വെളിയിലിറങ്ങിയിട്ട് ഈ അമ്മ പരക്കം പാഞ്ഞ് നോക്കുക തൻ്റെ കുഞ്ഞെവിടെ. ഹല്ലേലൂയ. ഫ്രോക്ക് എടുത്തു, കുഞ്ഞിൻ്റെ ഭാവിയെ കരുതാനുള്ള പ്രമാണം എടുത്തു, അവക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ എടുത്തു, പക്ഷേ കുഞ്ഞിനെ കാണാനില്ല. ഇതുപോലെ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം കരുതും, പക്ഷെ നമ്മുടെ ആത്മാവിനെ കരുതത്തില്ല. സമ്പത്ത് കിട്ടിയോ, ആരോഗ്യം കിട്ടിയോ, സൗഖ്യം കിട്ടിയോ, എല്ലാം നോക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല. അതാ കർത്താവ് പറഞ്ഞേ, അവൻ ഹല്ലേലൂയ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം. ഹല്ലേലൂയ. തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം. അതുകൊണ്ടാണ് യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. ആമേൻ, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. എന്താ ലോത്തിന്റെ ഭാര്യയുടെ പ്രത്യേകത? ലോത്ത് ആരായിരുന്നു? അബ്രഹാമിനൊപ്പം വിളി കേട്ട് വിളിക്കപ്പെട്ട അബ്രഹാമിന് പുറകെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതാ. ഹല്ലേലൂയ. ഇറങ്ങി തിരിച്ചത് ആരാ പുറകെ? വിളി ആർക്കായിരുന്നു? അബ്രഹാമിനായിരുന്നു. പക്ഷെ ആരും കൂടെ ഇറങ്ങി തിരിച്ചു? ലോത്തും കൂടെ ഇറങ്ങി തിരിച്ചു. പുള്ളിക്കാരൻ അങ്ങ് അബ്രഹാമിനോടൊപ്പം പോയി. ദൈവം അനുഗ്രഹിച്ചു ലോത്തിനെയും, ഇല്ലേ? അതുകൊണ്ടാ ലോത്തിന് സമ്പത്ത് വർദ്ധിച്ചത്, അതുകൊണ്ടാ ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടത്. ലോത്തിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇവരുടെ ഇടയന്മാർ തമ്മിൽ അവൻ സംഘട്ടനമായപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് സ്നേഹത്തോടെ പിരിയാം. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ലോത്ത് സോതോംഗൊമോറയെ തിരഞ്ഞെടുത്തു, അബ്രഹാം ഹല്ലേലൂയ അവൻ മറ്റൊരു പ്രദേശം തിരഞ്ഞെടുത്തു. ഇവർ രണ്ട് വഴിക്കായി. വചനം പറഞ്ഞു സോതോംഗൊമോറ അവൻ സമ്പത്ത് കൊണ്ട് നിറഞ്ഞത്, അതുപോലെ തന്നെ പാപം കൊണ്ട് നിറഞ്ഞിരുന്നു. പാപത്താൽ സോതോംഗൊമോറയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോ വചനം പറയുന്നു, നീതിമാനായ ലോത്തിനെ ദൈവം ഓർക്കുകയാണ്. അബ്രഹാമിന്റെ മുഖം കൂടെ നോക്കി ആമേൻ. വചനം പറഞ്ഞു പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായം 9-ാമത്തെ 2 പത്രോസ് 1:2-9 ആണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് ഇങ്ങനെ പറയും, 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല, നീതിമാനായ ലോത്ത്. പാപം നിറഞ്ഞ ലോകത്തിനകത്ത് ജീവിക്കുമ്പോഴും ലോത്ത് എന്ത് ചെയ്യുക? നീതി സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ ദൂതന്മാർ അതുവഴി വരുമ്പോൾ നമുക്കറിയാം ലോത്ത് നിലം പരിശായി ആ നിലം വരെ കുനിഞ്ഞ് അവരെ വണങ്ങി അവരെ ഭവനത്തിനകത്തെ കൈകൊള്ളുക എന്ന് വെച്ചാൽ ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ മറന്നു പോകാതിരുന്ന ലോത്ത്. ഹല്ലേലൂയ. എല്ലാവരും നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും ദൈവം പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ലോത്തിനെ കുടുംബത്തെയും പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ഇവരെന്തെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം എന്തു ചെയ്തു? ലോത്തിനോട് പറയുക, മതി, ഇറങ്ങ്. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, നിനക്ക് ആമേൻ ഹല്ലേലൂയ നാശം സംഭവിക്കാതിരിക്കേണ്ടതിന് ആ കാണുന്ന പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം. ലോത്തും കുടുംബം ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. എങ്ങോട്ടാ? സോവറിലേക്ക് ഓടിക്കേറാൻ പോവുക. അല്ല, ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഭാരം. നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ആർക്ക് പറ്റും? ഭാരം വരുമ്പോൾ പറയണം, ചുമ്മാ അതിരുന്നോ, എനിക്ക് സൗകര്യമില്ല സ്പീഡ് കുറയ്ക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചുമ്മാ അതിരുന്ന് നമുക്ക് സൗകര്യമില്ല സ്പീഡ് കുറയ്ക്കാൻ എന്ന് പറയണം. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഭാരം. എന്താ കാര്യം? വളർന്നു വരുന്ന 2 പെൺപിള്ളാരാ. നമ്മൾ നോക്കത്തില്ലേ? പെൺപിള്ളാർക്ക് എന്ത് ചെയ്യണം? കരുതണ്ടേ ബ്രദറെ? വേണം. ഹല്ലേലൂയ. ഇന്നേ വരെ ഉണ്ടാക്കി വെച്ചതെല്ലാം സോദോം ഗൊമോറയ്ക്കകത്ത് കിടക്കുക. ഹല്ലേലൂയ.
വീടിൻ്റെ പ്രമാണം. ഹല്ലേലൂയ. ആമേൻ. ഉണ്ടാക്കി വെച്ച സമ്പത്ത്, പൊന്ന്, പണം ഇതെല്ലാം എവിടെ കിടക്കുക? സ്വതം കുമരക്കകത്ത് കിടക്കുക. പുള്ളിക്കാരത്തി ഒന്ന് വിചാരിക്കുക, അയ്യോ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ 2 പെൺപിള്ളേരെ കെട്ടിച്ചു വിടണ്ടേ, ഞാൻ എവിടെ പോവാനാ? ഹല്ലേലൂയ. എന്ത് ചെയ്യാം? ഒന്ന് തിരിഞ്ഞു നോക്കിയതാ. കർത്താവ് നിന്ന് തെളിഞ്ഞു കണ്ടിട്ട് പോയാൽ മതി. ഹല്ലേലൂയ. അവിടെ തന്നെ അങ്ങ് നിന്ന് ഉപ്പ് തൂണായിട്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അവൻ ഭാരം കൊണ്ടാ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത്. പക്ഷെ എന്ത് ചെയ്യൂ? നിന്നു, ഉപ്പ് തൂണായി നിന്ന് പോയി. അതുകൊണ്ടാ അവൻ ഇവിടെ ലേഖനം പറഞ്ഞ സാകയാൽ സകല ഭാരം എന്ത് ചെയ്യണം? വിട്ടുകളയണം. എന്നിട്ട് എങ്ങോട്ടാ ഓടേണ്ടത്? നന്മയ്ക്ക് വേണ്ടി അല്ല ഓടേണ്ടത്. വീടിനോ ആടിനോ കാറിനോ ആമേൻ അല്ല സമ്പത്തിനോ നന്മയ്ക്കോ മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ അല്ല ഓടേണ്ടത്. ഹല്ലേലൂയ. ഓടേണ്ടത് നമ്മുടെ ആത്മാവിനെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും വരത്തില്ലേ? അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞങ്ങൾക്ക് കടബാധ്യത മാറണം, രോഗം മാറണം, പ്രശ്നം മാറണം? വരത്തില്ലേ? വരും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഇതൊക്കെ ഒരു ബോണസാ. ഈ ലോകത്ത് കിട്ടുന്നതെല്ലാം. നല്ലൊരു വീട് കിട്ടിയോ? കർത്താവിനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം തന്നതാ. നല്ല 2 വാഹനം കിട്ടിയോ? കർത്താവിനെ ആരാധിച്ചതുകൊണ്ട് ദൈവം തന്നതാ. ദൈവത്തെ വിട്ടുമാറാ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ ദൈവം മാനിക്കും. ഉറപ്പാ. ഹല്ലേലൂയ. അത് ദൈവം തരുന്നതാ. ആമേൻ. അത് ആര് തരുന്നതാ? അതല്ല നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഓട്ടത്തിന്റെ ലക്ഷ്യം അതല്ല. ഓട്ടത്തിന്റെ ലക്ഷ്യം ഏതാ? കർത്താവേ, എത്ര കാലം അങ്ങ് ഭൂമിയിൽ ആയുസ് തരുന്നോ അത് കഴിഞ്ഞ് ഈ ഓട്ടം കഴിഞ്ഞ് എനിക്ക് ആമേൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിൽക്കണം. ഈ ലോകത്തിൽ പട്ടുപോകാതെ വചനം പറയുന്നു, ഈ ലോകത്തിലെ സകലത്തെയും തീച്ചൂളയ്ക്ക് വേണ്ടി ഒരുക്കുക. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം ഉണ്ടാകും. അതിനു വേണ്ടിയാ ഈ ലോകം മുഴുവനും ഒരുക്കി വെച്ചിരിക്കുന്നത്. അന്ന് ലോത്തിന്റെ സമയത്ത് സംഭവിച്ചതുപോലെ ഒരു തീച്ചൂള വരുമ്പോ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ ആത്മാവിനെ നേടുവോ? ഇന്ന് പകൽക്കാലം ജാഗരിക്കുന്നവർക്കോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മളെല്ലാവരും ഓടുന്നത് ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടി. അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകും. ആമേൻ. ആമേൻ. നല്ലൊരു റോൾസ് റോയ്സ് കാറ് വാങ്ങിച്ചിട്ടാലും തീച്ചൂള വരുമ്പോൾ അതിൻ്റെ അകത്ത് പോവും. നല്ല ആമേൻ 4 നില കെട്ടിടം ചെയ്തിട്ടാലും തീച്ചൂള വരുമ്പം ഒക്കെ പോവും. ഹല്ലേലൂയ. എന്തൊക്കെ നേടിയാലും അതെല്ലാം എന്ത് ചെയ്യും? തീച്ചൂളയ്ക്കകത്ത് പോകും. പക്ഷെ പോകാത്ത ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുത്ത എൻ്റെയും നിങ്ങളുടെയും ആത്മാവാണ്. ആ ആത്മാവിന് നഷ്ടമാകാതെ അവൻ ഹല്ലേലൂയ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തോളം ഓടിയെത്തുവാൻ ജാഗ്രതയോടെ ഓട്ടത്തെ സൂക്ഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ഭാരവും, അടുത്ത് പറയുന്ന വാക്യം എന്താ? മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഹല്ലേലൂയ. പിന്നെ ഓട്ടത്തിന്റെ ആമേൻ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം എന്തുവാണ്? മുറുകെ പറ്റുന്ന പാപം. പാപമുണ്ടോ ഓട്ടത്തിലോട്ട് എത്താൻ പറ്റുമോ? ഇല്ല. പലപ്പോഴും നമ്മൾ പാപത്തിൽ വീണു പോകുന്നുണ്ട് ഇച്ചിരി പ്രലോഭനത്തിലൂടെ. ഹല്ലേലൂയ. ഒന്ന് നഷ്ടപ്പെടാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ. ഒരു കള്ളം തൽക്കാലം രക്ഷപ്പെടാൻ പിന്നെ എത്ര പറയേണ്ടി വരും? ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ഒത്തിരി പറയേണ്ടി വരും. ആമേൻ. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കാം, ഒരു പ്രാവശ്യം ഒന്ന് നോക്കി നോക്കാം, ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അത് വീണ്ടും എന്ത് ചെയ്യും? ആവർത്തനമായി വരും. അതെന്തായി പറയും? മുറുകെ പറ്റുന്ന പാപമായി വരും. എന്ത് ചെയ്യണം? മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടിട്ട് ഇവിടെ ഓടണം. എങ്ങോട്ട് ഓടണം? കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ ഓടാൻ നോക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ഒരു മനുഷ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സ്റ്റോറി. ഒരു മനുഷ്യൻ ഈ വെള്ളപ്പൊക്കത്തിനകത്ത് ഈ സാധനങ്ങൾ ഒഴുകി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒഴുക്കുള്ള നദിയുടെയൊക്കെ കരയിൽ കിടക്കുന്നവർ, കരയിലുള്ളവർക്ക് അതറിയാം. വെള്ളപ്പൊക്കത്തിനത് സാധനം ഒഴുകി വരും. ഹല്ലേലൂയ. ഇവർ നോക്കുമ്പോൾ മേളിൽ നാട് മരങ്ങൾ അതുപോലെ വീട്ടിനകത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന വീടിനകത്ത് വെള്ളം കയറുമ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? വീട് പൊളിഞ്ഞിട്ടൊക്കെ ഒഴുകി വരും. ഹല്ലേലൂയ. അങ്ങനെ വരുന്ന സാധനങ്ങളെ പിടിച്ച് ശീലമുള്ള ഒരു സന്തോഷമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഒരു കൂട്ടമായിട്ട് ചെന്ന് നിൽക്കുക. ഒരിക്കൽ ഈ മനുഷ്യൻ നോക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ നടുവിൽ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത് പിടിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഭാണ്ഡക്കെട്ട് ഒഴുകി വരിക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റോറി. ഹല്ലേലൂയ. ഒരു ഭാണ്ഡക്കെട്ട്
ഒഴുകി വരിക. ഈ മനുഷ്യന് സന്തോഷമായി പറയാ, നോക്ക് ആ ഭാണ്ഡക്കെട്ടിനെ ഞാൻ പിടിക്കാൻ പോവുക. അതിനകത്ത് എന്തായാലും എന്തൊക്കെയോ ഉണ്ട്. ഏതോ വീടിനകത്ത് അവർ സൂക്ഷിച്ചു വെച്ച എന്തൊക്കെയോ അതിൽ കൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെ പിടിക്കാൻ പോവുക. ഈ മനുഷ്യൻ വലിയ ആർത്തിയോടെ ആ നദിയിലേക്ക് എടുത്തു ചാടി നീന്താൻ തുടങ്ങി. ഹല്ലേലൂയ. നീന്തി അതിൻ്റെ അടുക്കലേക്ക് എത്താൻ പോകുമ്പോൾ അവൻ കരയിൽ നിന്ന് ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. അല്ലെ, ആ പോകുന്നത് അവൻ ആ ഭാണ്ഡക്കെട്ടിനെ പിടിക്കാനാ. അത് ശരിക്കും ഒരു ഭാണ്ഡക്കെട്ടല്ല, അത് ഈ വെള്ളപ്പൊക്കത്തിനകത്ത് ഒഴുകി വരുന്നൊരു കരടിയാ. ഒരു കരയെ കിടന്നുകൊണ്ട് വിളിയോട് വിളി, അങ്ങോട്ട് പോകരുതേ, അങ്ങോട്ട് പോകരുതേ. അത് അവൻ ഹല്ലേലൂയ തുണിക്കെട്ടല്ല, അത് അവൻ കരടിയാ. നിങ്ങൾ ഇങ്ങ് പോര്, ഹല്ലേലൂയ തിരിച്ചു വാ. ഈ മനുഷ്യൻ പറയാം ഞാൻ പിടിക്കും. ഈ മനുഷ്യൻ ഈ പറയുന്നു കരടിയാന്ന് പറയുന്നത് കേൾക്കുന്നില്ല. പാപം ചെയ്യാൻ പോകുമ്പോൾ ചെയ്യല്ലേ, അത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല. ഈ മനുഷ്യനങ്ങനെ ആർത്തിയോടെ ഇല്ല ഞാൻ അതിനെ പിടിക്കും. ഇവർ വിചാരിച്ചത് ഒഴുക്ക് കൂടുതൽ, ഈ പുള്ളിക്കാരൻ വിചാരിച്ച ഒഴുക്ക് കൂടുതലായതുകൊണ്ട് തിരിച്ചു വിളിക്കുവാന്ന്. ഹല്ലേലൂയ. അവൻ ഈ മനുഷ്യനെ അവൻ തിരിച്ചു വിളിക്കും. ഈ മനുഷ്യൻ പറയും ഇല്ല ഞാൻ അതിനെ കൊണ്ടേ വരത്തുള്ളൂ. ഹല്ലേലൂയ. കരടിയെ പാണ്ടക്കെട്ടിനെ പിടിക്കാൻ വേണ്ടി മനുഷ്യൻ പോയി, കരടിയെ പിടിക്കാതിരിക്കാൻ ഇവിടെ കിടന്നവർ നിലവിളി കൂട്ടുക. ഹല്ലേലൂയ. ഇതാ പാസ്റ്റർമാര് ചെയ്യുന്നേ. ഹല്ലേലൂയ. പിടിക്കല്ലേ, പോവല്ലേ. അവൻ ഒരു മോഹം കൊണ്ട് പോയതാ. ഹല്ലേലൂയ. ചെന്നൊന്ന് നോക്കിയേച്ച് പോരാന്ന് പറഞ്ഞ് പോയതാ. അല്ല, ഈ മനുഷ്യൻ അതിന്റെ പറയുന്നത് ഓടിച്ചെന്ന് ഈ കരടിയെ പിടിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തയിൽ എന്തായിരുന്നു? ഭാണ്ഡക്കെട്ട. പുള്ളിക്കാരനല്ല പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഭാണ്ഡക്കെട്ടിനെ പിടിച്ച തണുപ്പായിരിക്കും, ഇതിനെ പിടിച്ചപ്പോൾ ഒരു ചൂടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി ഇത് കരടിയാണ്. പുള്ളിക്ക് മനസ്സിലായി ഇത് അബദ്ധം പറ്റിയിരിക്കുക. പുള്ളി പെട്ടെന്ന് അതിനെ കൊടഞ്ഞേച്ച് തിരിച്ചു പോകാൻ പോയത്. പിടിവിട്ടപ്പോൾ കരടി തിരിച്ചു ചാടി ഇതുവനെ അങ്ങ് പിടിച്ചു. ഹല്ലേലൂയ. കരടി എന്ത് ചെയ്തു? തിരിച്ചു ചാടി ഈ മനുഷ്യനെ അങ്ങ് പിടിച്ചു. പിന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യന് പറ്റിയില്ല. കരടിയുടെ ബലത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ ബലം പറ്റുമോ? പറ്റത്തില്ല. ഈ മനുഷ്യൻ നശിച്ചു പോയി. അതുകൊണ്ടാണ് പറയുന്നത്, മുറുകെ പറ്റുന്ന പാപമുണ്ട്, അതിനെ വിട്ടേ ചോടണം. അല്ല, തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, വീണു പോകത്തില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആകയാൽ ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ആത്മാവിനെ പോലും നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം, നമ്മുടെ വ്യക്തിത്വത്തെ പോലും നശിപ്പിച്ചു കളയാൻ തക്കവണ്ണം നമ്മളിൽ ഹല്ലേലൂയ അവൻ ഭരിക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ മണ്ഡലങ്ങളുണ്ടെങ്കിൽ, കാണാൻ പാടില്ലാത്തത് കാണുന്നത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത്, നടക്കാൻ പാടില്ലാത്ത നടക്കുന്നത്, കൂടാൻ പാടില്ലാത്ത കൂട്ടുകെട്ടിനകത്ത് കൂടുന്നത്, എന്തെങ്കിലും ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിനകത്ത് കിടക്കുന്നെങ്കിൽ പറയണം എനിക്കത് വേണ്ട. മുറുകെ പറ്റുന്ന പാപത്തെ വിട്ടിട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധി, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നിത്യഭവനത്തിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കർത്തൃമേശയുടെ മുമ്പിലായിരിക്കുന്നേ. ഹല്ലേലൂയ. ഇത് ഉദാസീനതയോടെ എടുക്കരുത്, ചടങ്ങായിട്ട് എടുക്കരുത്. മാസം തോറും ചെന്ന് കർത്തൃമേശയിൽ കൈവച്ചില്ലെങ്കിൽ പാസ്റ്റർ എന്ത് പറയുമെന്ന് പറഞ്ഞ് എടുക്കരുത്. ജീവിതത്തിനകത്ത് കുറവ് സംഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ദൈവത്തോട് പറയും, കർത്താവേ അങ്ങയുടെ രക്തത്താൽ, യേശുവിനോട് പറയും, കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇതൊരു ലൈസൻസ് അല്ല എന്നുമെന്നും പാപം ചെയ്യാൻ. പക്ഷെ ദൈവത്തിന്റെ കർത്താവിന്റെ മേശയുടെ സന്നിധി മുമ്പിൽ വരുമ്പോൾ നമ്മളെ തന്നെ ക്രമീകരിച്ച് രൂപാന്തരപ്പെടുത്തി ക്ഷമിക്കപ്പെടാൻ പാപമുണ്ടെന്ന് തോന്നിയാൽ വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെ ദൈവ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ ഈ മേശയിൽ അംശികളായി തീരുക. പാപമുണ്ടേൽ അവൻ ഇനി മേശ എടുക്കുന്നില്ല, ഓടാനല്ല കർത്താവ് പറയുന്നേ. അവൻ ക്രമീകരിക്കണം ജീവിതത്തെ, ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം, ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം ജീവിതത്തെ, ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം. മാനസാന്തരപ്പെടണം, തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. തിരിഞ്ഞു വന്ന് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, കർത്താവേ ഹല്ലേലൂയ ഇനി പാപം വേണ്ട, വന്നു പോയതിനെ ക്ഷമിക്കണമേ, എന്നെയും അങ്ങയുടെ മേശയ്ക്ക് യോഗ്യയാക്കി തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയോടെ വേണം ഈ മേശയിൽ കൈവയ്ക്കുവാൻ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ അറിയാൻ വയ്യാത്ത കാര്യം അറിയാണ്ടിരുന്നാൽ, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞു തരേണ്ട എൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പറയുക, ആമേൻ, ഈ മേശയിൽ നമ്മൾ അംശികളായി തീരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും നശിച്ചു പോകരുത്. ആമേൻ, ഹല്ലേലൂയ. യൂദാ മേശയിൽ തൊട്ടു. ആമേൻ. എവിടോട്ടാ പോയേ? മനസ്സിനകത്ത് പാപം വെച്ചോണ്ടാ വന്നിരുന്നേ. അതുകൊണ്ട് എന്ത് ചെയ്തു? നശിച്ചു പോയി. ഹല്ലേലൂയ.
എന്നിട്ട് യൂദായ്ക്ക് മേശ കർത്താവ് കൊടുത്തില്ലേ? കർത്താവിന് അറിയാരും, കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയുന്ന എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ദൈവസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ കുറവായി കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം എന്ത് ചെയ്യണം? ഈ മേശയിൽ പങ്കാളിയായി തീരുവാൻ. ഞാൻ എൻ്റെ വിഷയത്തിലെടുത്തിരിച്ചു വരിക. വചനം പറയുന്നു, ആകയാൽ ഭാരവും മുറുകെ പറ്റുന്ന പാപവും ആമേൻ വിട്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം. ഓരോരുത്തർക്കും ഓടാൻ ഒരു ട്രാക്കുണ്ട്. ട്രാക്ക് മാറി കയറിയ ജയിക്കുവോ? ഇല്ല. ഓരോ വ്യക്തിക്കും എന്തുണ്ട്? ട്രാക്കുണ്ട്. ചിലരുണ്ട് അടുത്തവരെ ട്രാക്കിൽ ചാടി കയറും. നോ വേ. ഓടി നിങ്ങൾ എത്തുമായിരിക്കാം, പക്ഷെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. കാര്യം എന്താ? നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരത എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്ന ട്രാക്കിനകത്ത് നേരെ നോക്കി ഓടണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്. രണ്ടാമത്തെ കാര്യം, ഓട്ടത്തിൻ്റെ വേഗത നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അവസാനത്തോളം എന്ത് വേണം? അതുപോലെ വേണം. നമ്മളാണെങ്കിലോ ആദ്യം വരുമ്പോൾ തന്തടിച്ചു വിട്ട പോലെ ഇവിടെ നിന്ന് ഒരൊറ്റ തട്ട്, ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊരു സ്പീഡാണെന്നറിയാവോ? അങ്ങോട്ടങ്ങ് എത്തണം, വേണോ, പോണോ, ഓടണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. പള്ളി വരണോ, ഈ ഞായറാഴ്ച മുടങ്ങിയാലോ, പാസ്റ്ററോട് എന്ത് പറയും? ഇന്ന വിഷയം പറയാം, ഇന്നത്തേക്ക് ഓക്കെ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അയ്യോ, എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് കുറെ പേരൊക്കെ പിണങ്ങിയതുപോലെ ഇരിക്കുന്നു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ട്രാക്ക് മാറി കയറരുത്, സ്പീഡ് കുറയരുത്. അതുകൊണ്ട് ആമേൻ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നേ, നിന്റെ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വാ. എനിക്ക് നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ടെന്നേ. നിന്നെ വിളിച്ചിറക്കിയ നാൾ മുതൽ ഇന്നേ വരെ ഹല്ലേലൂയ നീ ബാക്കിയുള്ളതിലൊക്കെ ഓക്കെയാ, പക്ഷെ എവിടൊക്കെയോ നിന്റെ ആദ്യ സ്നേഹത്തെ നീ വിട്ടുകളഞ്ഞു. അല്ല, ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ ദൈവം ആഗ്രഹിക്കുന്നത് സ്ഥിരതയോടെ ഓടണമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഏതുവരെ ഓടണം? 2 വർഷത്തേക്കാ? 5 വർഷത്തേക്കാ? ജീവിതത്തിൻ്റെ അവസാനത്തോളം വരെയുള്ള വിശ്വാസത്തിൻ്റെ ശോധനയാണ് ഓട്ടമെന്ന് പറയുന്നത്. ഇടയിൽ നിന്നെ തകർക്കുവാൻ, ഇടയിൽ നിങ്ങളെ വേദനിപ്പിക്കുവാൻ, ഇടയിൽ നിങ്ങളെ തോൽപ്പിച്ചു കളയുവാൻ ശത്രുവായവൻ വെല്ലുവിളിക്കുമ്പോൾ, പലരിലൂടെ നിങ്ങളെ തട്ടുമ്പോൾ, പലരിലൂടെ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, ഓട്ടത്തിൻ്റെ ട്രാക്ക് മാറിയാൽ നീ ജയിക്കത്തില്ല. ഓട്ടത്തിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ നീ ജയിക്കത്തില്ല. വചനം പറഞ്ഞ് സ്ഥിരതയോടെ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. വഴിയിൽ മാറിപ്പോകാത്തവൻ അന്ത്യത്തോളം നിങ്ങളെ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുന്നത് മനുഷ്യന്റെ മുഖത്തേക്കല്ല, നോക്കുന്നത് ഒരു വ്യക്തിയുടെ മുഖത്തേക്കല്ല, നോക്കുന്നത് പാസ്റ്ററുടെ മുഖത്തേക്കല്ല, നോക്കുന്നത് കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്കല്ല, നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖത്തേക്കാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എവിടെങ്കിലും ഭാരം, ആമേൻ ഹല്ലേലൂയ, മുറുകെ പറ്റുന്ന പാപം വന്നിട്ടുണ്ടോ? കർത്താവേ, ഭാരത്തെ എടുത്തു മാറ്റണമേ. ആമേൻ. കഴിയാതെ വരുമ്പോൾ പറയും, കർത്താവേ സഹിപ്പാൻ കഴിയുന്നില്ല, ആമേൻ വേദനയാന്ന് പറയാ. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. ഭാരമാന്ന് പറയാ. സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. ഞാനത് അറിയുന്ന ആളാ. ഹല്ലേലൂയ. ആമേൻ. എനിക്കത് അറിയാം. എൻ്റെ ജീവിതത്തിൽ 1, 2 അല്ല, പലതവണ ആമേൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്നത് വിളിച്ചിറക്കി എൻ്റെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്, ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്. ഹല്ലേലൂയ. താഴത്തെ ചർച്ചിലിരിക്കുന്ന സമയത്ത് ആമേൻ പലരും പറഞ്ഞു, ആമേൻ ആ പള്ളി പണിയുന്ന ഞങ്ങൾക്കൊന്ന് കാണണമെന്ന്.
അവർ എന്ന് പറഞ്ഞോ അതിൻ്റെ അടുത്ത ആണ്ട് തീരുന്നതിന് മുമ്പ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആലയം പണിതു. ദൈവം നമുക്ക് വേണ്ടി ആലയം പണിതു. അതിനുശേഷം ഒത്തിരി പേര് വന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഞാൻ പറഞ്ഞു തരുവാണ്. അവൻ എവിടെ നിന്ദിക്കപ്പെടുന്നു അവിടെ ദൈവം നമ്മളെ മാനിക്കുക. എവിടെ നിങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു അതേ ചോദ്യത്തിന്റെ മുൻപിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നവൻ. എന്ത് പറഞ്ഞു നിന്നെ വിട്ട് പലരും മാറിപ്പോയോ അതേ വിഷയത്തിന്മേ നിന്നെ ജയത്തോടെ നിർത്തുവാൻ കഴിവുള്ളവരും. ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. നീ തോൽവിയാന്ന് പറഞ്ഞെടുത്ത്, നീ ഒറ്റയ്ക്കാന്ന് പറഞ്ഞെടുത്ത്, സഹായിക്കുന്ന ഒരുവൻ, ശക്തീകരിക്കുന്ന ഒരുവൻ, തോറ്റു പോകാതെ നമ്മുടെ കരം പിടിക്കുന്ന ഒരുവൻ. അപ്പന്മാരും അമ്മമാര് കൂട്ടു സഹോദരങ്ങൾമാര് അന്ത്യത്തോളം കൂടെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവന്മാര്, ചങ്ക് കൊടുത്ത് സ്നേഹിച്ചവര് അതിന് വിലയില്ലാത്തതുപോലെ തള്ളിക്കളഞ്ഞിട്ട് മാറിപ്പോയാൽ മാറിപ്പോകാത്ത ഒരുവനുണ്ട്. അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തൻ. അതുകൊണ്ട് തോക്കുന്ന തോന്നുമ്പോ പറയാ, കരം പിടിക്കാൻ അങ്ങുണ്ട്, ഞാൻ തോക്കത്തില്ല പപ്പ. വിഷമിക്കുമ്പോ പറയാ, കർത്താവേ കരം പിടിക്കാൻ അങ്ങുണ്ടെങ്കിൽ ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓട്ടം ലോകത്തിലോട്ടല്ല, ഓട്ടം ലോകത്തിന്റെ നന്മയിലോട്ടല്ല, ഓട്ടത്തിന്റെ ലക്ഷ്യം ലോകത്തിൽ ഏതെങ്കിലും ഒരു നന്മയല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഓട്ടത്തിനിടയ്ക്ക് പണിയൊക്കെ നടക്കത്തില്ലേ? ഉടയ്ക്കും. ഹല്ലേലൂയ. ഉടയ്ക്കും, പൊളിക്കും, പണിയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പക്ഷെ അവിടെ എല്ലാം ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെ പറയും, കർത്താവേ താഴ്ന്നു പോയെങ്കിലും കർത്താവിൻ്റെ കരം എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ താണു പോകുന്നവരുണ്ടേ പറയുക, അവിടെ താഴ്ത്തിയപ്പോഴും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരമല്ല, എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനാണ്, കർത്താവ് എന്നെ വിട്ട് മാറിപ്പോകത്തില്ല. ആമേൻ. ഒതുക്കാൻ തക്കവണ്ണം ആമേൻ ലോകം നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയുമായി നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ കുഞ്ഞേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ? ഒറ്റ കാര്യം മതി നമ്മളെ ബലപ്പെടുത്താൻ. വീട്ടുകാർ മുഴുവൻ തള്ളി പറയുമായിരിക്കും. അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞു പല വിഷയങ്ങളും. ഹല്ലേലൂയ. തോൽപ്പിച്ചു കളയുമെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളുണ്ടാകും, നമ്മൾ തോറ്റുപോകുമെന്ന് എഴുതി തള്ളിയ മണ്ഡലങ്ങളുണ്ടാകും. പക്ഷെ ഞാനിങ്ങനെ പറയും, വിശ്വസ്തനായവൻ കരം പിടിച്ചിട്ടുണ്ടേ, ആരൊക്കെ പോയാലും, ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ തള്ളിയാലും. ഇന്നും രാവിലെ ഒരു ആൻറ്റി വന്ന് പറഞ്ഞു, എന്നെ ആർക്കും വേണ്ടെന്നേ. ഞാൻ പറഞ്ഞു, കർത്താവിന് വേണമെന്ന്. ഹല്ലേലൂയ. നമ്മളാർക്കും വേണ്ടെന്നേ, കർത്താവിന് വേണമെന്ന്. ആമേൻ. ഒരുവനുണ്ടെന്നേ കരം പിടിക്കാൻ, നമ്മളെ ആവശ്യമുള്ള ഒരുവനുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? കർത്താവിനോട് പറയാമോ, കർത്താവേ എൻ്റെ മുൻപിലൊരു ഓട്ടമുണ്ട്, ഞാൻ ട്രാക്ക് മാറി കയറത്തില്ല, എൻ്റെ സ്ഥിരത കുറയത്തില്ല, എനിക്ക് ഓടണം. എൻ്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന, വേഗത കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഭാരങ്ങളെ കൊടഞ്ഞു കളഞ്ഞ് ചോടുവാൻ സ്വർഗം എന്നെ സഹായിക്കണം. കൊടഞ്ഞു കളഞ്ഞ് ചോടുവാൻ, കൊടഞ്ഞു കളഞ്ഞ് ചോടുവാൻ, കൊടഞ്ഞു കളഞ്ഞ് ചോടുവാൻ സ്വർഗം എന്നെ സഹായിച്ചാട്ടെ. പകൽക്കാലം എത്ര പറയും, കൊടഞ്ഞു കളഞ്ഞിട്ട് ഓടുവാൻ. ഓ സ്വർഗമേ എന്നെ സഹായിക്കണമേ എന്ന് പകൽക്കാലം പറഞ്ഞേ. സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും, വിട്ടുമാറാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ ഒതുക്കുന്നുണ്ടെങ്കിൽ പറയുക. മനുഷ്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ട. ഒരിക്കൽ പാസ്റ്ററുടെ മുമ്പിൽ നിങ്ങൾക്ക് അഭിനയിക്കാം, മനുഷ്യൻ്റെ മുമ്പിൽ അഭിനയിക്കാം, വീട്ടുകാർ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അപ്പൻ്റെ, അമ്മയുടെ, കുടുംബക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് അഭിനയിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പ് ഒന്നും നടക്കത്തില്ല, അവിടെ ഒന്നും നടക്കത്തില്ല. കർത്താവിനോട് പറയും, കർത്താവ് വന്നുപോയി, ഇനി ആവർത്തിക്കത്തില്ല, ക്ഷമിക്കണമേ.
കുറവ് വന്നുപോയി, തെറ്റ് വന്നുപോയി, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, ആമേൻ, ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിച്ചു. ഇനി വീണ്ടും അതിലേക്ക് പോകത്തില്ല പപ്പ. പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു, ഇനി അതിലേക്ക് പോകത്തില്ല കർത്താവേ. എന്നെ വിശുദ്ധീകരിച്ചാട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയായിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണു പോകാൻ സ്വർഗം അനുവദിക്കരുത്. വിശ്വസ്തയോടെ നിൽപ്പാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഓടുവാൻ സ്വർഗമേ അവിടെ നിന്ന് ഒരുക്കണമേ അപ്പാ. അങ്ങ് കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടത്തക്കവണ്ണം പരിശുദ്ധനെ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ലോകത്തിനകത്ത് ഇടറി വീഴാൻ ഇടവരുത്തരുത് കർത്താവെ. ഇടർച്ചകളെ മാറ്റി നിർത്തിയിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടുവാൻ അങ്ങയുടെ ജനത്തെ അവിടുന്ന് സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന പരിശുദ്ധന്റെ കൃപയും സാന്നിധ്യവും മഹത്വവും കൂടെ ഇരുന്ന് ജയത്തോടെ നടത്തിയാട്ടെ. സാന്നിധ്യത്തിന്റെ മറവിൽ പൊതിയണമേ അപ്പാ. ജയത്തോടെ നടത്തണം. തുടർന്ന് ഞങ്ങൾ കർത്താവിൻ്റെ മേശയ്ക്കായൊക്കെ ഒരുങ്ങുവാണല്ലോ. സ്വർഗം ഞങ്ങളെ ശുദ്ധീകരിച്ച് ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ മേശയ്ക്ക് അവകാശമുള്ള യോഗ്യതയുള്ളവരാക്കി തീർത്താട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന മഹത്വം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.